ഹലോ ഗൈസ്, ഇന്നൊരു അടിപൊളി ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ സ്നാക്സ് ഉണ്ടാക്കാൻ പോണ്. കോഴിക്കോട്ടാന്നാണ് ഞങ്ങൾ പറയുക. വേറെ എന്തെങ്കിലും പേരുകളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തേങ്ങ കിട്ടിയ വിവരം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. ആ തേങ്ങ നമ്മൾ പാതി എടുത്ത് ചമ്മന്തി അരച്ചു, പാതി ഞാൻ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ശർക്കരയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊടിയുണ്ട്, അരിപ്പൊടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അതും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണല്ലോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അപൂർവ അവസരങ്ങളെ കിട്ടാറുള്ളൂ. തേങ്ങയൊക്കെ പുറത്തുനിന്ന് ചെയ്യലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതങ്ങനെ വീണ് കിടന്ന് കിട്ടിയപ്പോൾ പാതി ചമ്മന്തി അരച്ച് ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തെ ഊണിനും അത് ബാക്കിയുണ്ട് കേട്ടോ. ബാലൻസ് തേങ്ങ എടുത്തിട്ട് നമ്മൾ കോഴിക്കോട്ട് ഒരു 4 മണി പലഹാരം എന്നുള്ള രീതിക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനാണ് ഉണ്ടാക്കണത്. അപ്പുക്കുട്ടൻ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷേ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ അപ്പുക്കുട്ടനെ തന്നെ ഏൽപ്പിച്ചു, കുഴക്കലും കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ശർക്കര ഞാൻ ആദ്യം കത്തി കൊണ്ട് ചിരണ്ടാണ് ചെയ്തത്. അങ്ങനെ ചിരണ്ടി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുന്നുള്ളത് കൊണ്ട് അപ്പുറത്തെ റൂമിൽ ഗതിജയുടെയൊക്കെ റൂമിൽ ഇങ്ങനെ ഇടിക്കുന്നൊരിതുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ അപ്പുക്കുട്ടനെ വിട്ടു. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇടിച്ച് പൊടിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെയുള്ള ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയും, ഈ തേങ്ങ ഞാൻ കാലത്ത് മുതൽ ചിരകിയിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഇവളുമാർ രണ്ടുപേരെ പേടിച്ചിട്ടാണ് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോ കഷ്ണം കുറച്ച് കുറച്ച് എടുത്ത് തിന്നുക. അവസാനം ഞാൻ ഗതി കേട്ടിട്ട് വൈകുന്നേരം ഇത് ഉണ്ടാക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് എഴുതിയിട്ട് ഇത് ഞാൻ ഒളിപ്പിച്ച് വെച്ചു കേട്ടോ. അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം ഉണ്ടാക്കാറായപ്പോഴാണ് ഞാനിത് എടുത്തത്. വേറൊന്നും കൊണ്ടല്ല, കട്ട് തിന്നുന്ന കാരണം. ചെറിയ പിള്ളേരല്ലേ, ആ പോട്ടെ. അങ്ങനെ അപ്പുക്കുട്ടനെ ഞാനും കൂടെ ഉണ്ട പിടിക്കാൻ തുടങ്ങി. എനിക്ക് പണ്ടേ ഉണ്ട സെറ്റാവില്ലെന്ന് പറഞ്ഞു. അപ്പുക്കുട്ടനെ ഞാൻ പറ്റിച്ചു. ഞാൻ ഉണ്ട പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ട പിടിക്കാൻ ട്രൈ ചെയ്ത് അവസാനം കുഴച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഞാൻ എൻ്റെ രീതിക്ക് ഇങ്ങനത്തെ പരന്ന രീതിയിലാണ് ചെയ്ത്. എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. ഉണ്ട പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റായി വരാറില്ല. കാരണം ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് കട്ടി കൂടും. പിന്നെ തേങ്ങ വളരെ കുറവാണ്. നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട്ട. വീട്ടിലെ ഒരു ഫീലാണ് കേട്ടോ എനിക്കിത് ഉണ്ടാക്കുമ്പോഴൊക്കെ കിട്ടിയത്. കഴിക്കുന്ന സമയത്ത് ഭയങ്കര നമ്മൾ വീട്ടിലിരിക്കുന്ന മാതിരിയാണ് എനിക്കൊരു ഫീല് കിട്ടിയത്. അങ്ങനെ അത് സെറ്റായിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. മിക്കവാറും ഞങ്ങൾ ഫോണ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആഴ്ചയിൽ 2-3 ദിവസം ഞങ്ങൾ സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അഥവാ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഫോൺ എടുത്താൽ തന്നെ നല്ല ചീത്ത ഞാൻ പറയും. അങ്ങനെ ഞങ്ങൾ ഇത് കഴിച്ചുകൊണ്ടിരുന്ന് കുറേ സംസാരിച്ച് എൻജോയ് ചെയ്ത് വീട്ടിലെ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായി കഴിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു കേട്ടോ. കാപ്പി പൊടി വാങ്ങാനായിട്ട് മറന്ന കാരണം എനിക്ക് മാത്രമേ കാപ്പി ഉണ്ടാക്കാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. അവർക്ക് വേണ്ടാന്നും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒരു ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പം ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്.